നല്ല അടിപൊളി പടം. ദിലീപേട്ടൻ മാസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. അത്യാവശ്യം മാസമാണ്. പിന്നെ ഒരു താറിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്, അത് കിടിലാണ്. അതായത് ക്യാമറ ആയപ്പോലും നല്ല ഭയങ്കര മേക്കിംഗ് സ്റ്റൈലിലാണ് ഒരു സാധനം എടുത്ത് വെച്ചാൽ. പടം സൂപ്പറായിരുന്നു. ആ ചേട്ടാ പറഞ്ഞു. പടം കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കുഴപ്പമില്ല. ദിലീപേട്ടൻ എങ്ങനെയുണ്ട്? തിരിച്ചു വരുന്നതിന് സൂപ്പർ പടം. സൂപ്പർ. എല്ലാവരും കാണേണ്ട പടം. കുടുംബ പ്രേക്ഷകർ എല്ലാവരും കാണേണ്ട പ്രതികാരമായ സൂപ്പറാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല അടിപൊളി പടം. തങ്കമണി നല്ലൊരു മൂവിയാണ്. ദിലീപേട്ടൻ്റെ ഒരു ഫാനാണ്, അതുകൊണ്ട് മാത്രം പറയണതല്ല. ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. പടം നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. പടം നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പടം. ഇമോഷണൽ മൂവി തന്നെയാണ്, നടന്നൊരു കഥയായിരുന്നു. അതെ, ഇൻസിഡൻറ്റുമായിട്ട് സിനിമ കണ്ടപ്പോൾ നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റി. നല്ല ഡയറക്ഷനാണ്. പിന്നെ ദിലീപേട്ടൻ്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്, നല്ല അഭിനയമാണ്. പിന്നെ പോലീസ് ആയിട്ട് അഭിനയിച്ച ഒരാളുടെ ആ ഒരു അഭിനയം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പോലീസിൻ്റെ ഒരു നടത്തിയ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സിനിമ അടിപൊളിയാണ്, ഇൻസിഡൻ്റൊക്കെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാം ഡയറക്ഷൻ പൊളിയാണ്, സ്റ്റണ്ടൊക്കെ സൂപ്പറാണ്. ദിലീപേട്ടൻ്റെ സ്റ്റണ്ടൊക്കെ നല്ല സൂപ്പർ. സോങ്സും കുഴപ്പമില്ല, പൊളിയാണ്. സിനിമ കൊള്ളാം, നല്ല വാച്ചിങ് ആയിട്ടുള്ള മൂവിയാണ്. അന്നത്തെ ഒരു സംഭവം ഇൻസ്പയർ ആക്കി ഉണ്ടാക്കിയ മൂവിയാണ് തങ്കമണി. ദിലീപിന് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഇമോഷൻസൊക്കെ നല്ല വർക്കൗട്ട് ആവുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയൊരു മൂവിയാണ്. കുഴപ്പമില്ല, നല്ല സിനിമ. നമ്മൾ കോമഡി കഥാപാത്രങ്ങളൊക്കെ ദിലീപേട്ടൻ കണ്ടിട്ടുള്ളത്. ഇതിൽ സീരിയസ് ആയിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷനൊക്കെ അടിപൊളിയാണോ? പടം എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇത് ഇൻ്റർവെൽ ആയിട്ടേ ഉള്ളൂ. ആക്ച്വലി എൻ്റെ അമ്മയോട് തങ്കമണിയിലാണ്. സോ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള സംഭവം നേരിട്ട് കാണുമ്പം അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിലത് കണ്ടപ്പോൾ ഇൻസിഡൻസ് കേട്ടിട്ടുള്ള കഥകളൊക്കെ ഉള്ളൂ, ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഓൾറെഡി ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ നേരത്തെ. കൊള്ളാം, നല്ല ഫ്രെയിംസ് ഒക്കെ, ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള, നന്നായിട്ടുണ്ട്. ദിലീപേട്ടൻ അഭിനയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? തങ്കമണി എന്ന പടത്തെക്കുറിച്ച് പറയുമെങ്കിൽ നമുക്കറിയാം തങ്കമണിയിൽ നടന്നത് എന്താണെന്ന്. തങ്കമണിയിൽ നടന്ന പോലീസിൻ്റെ നരനായിട്ട് ഇതെല്ലാം നമുക്ക് പത്രത്തിലൂടെയെല്ലാം വായിച്ചുള്ള അറിവുകളുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ തങ്കമണിയുടെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തികച്ചും ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആണ് ഈ പടം ശ്രമിച്ചേക്കുന്നത്. ഇതിൻ്റെ കാസ്റ്റിങ്ങിൽ വളരെ മികവ് പുലർത്തിയിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസറായാലും സംവിധാനം ഒരുപാട് സാധാരണക്കാരായ ആർട്ടിസ്റ്റുകൾക്കും നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ സിനിമാ വേദിയിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്കെല്ലാം അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല BGM-ആണ്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് എടുത്തു പറയത്തക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് സൂപ്പർ അഭിനയം, നമ്മളെ മനസ്സിന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ സെൻറ്റിമെൻറ്റ് സീനെല്ലാം ക്യാമറ ക്ലോസപ്പിൽ വെച്ചുകൊണ്ട് തന്നെ ദിലീപേട്ടൻ്റെ മുഖത്തുനിന്ന് ക്യാമറ എടുക്കാതെ ചെയ്യാനായിട്ട് അതിന് സംവിധായകൻ ശ്രമിച്ചു. അത് നല്ല വിജയം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ദിലീപ് എന്ന നടൻ്റെ ഇപ്പോഴത്തെ ആ പഴയ മാനസങ്ങളെല്ലാം നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ദിലീപ്. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന ബാന്ദ്രയ്ക്ക് ശേഷം വന്ന പടമാണ്. പക്ഷേ ഈ പടത്തിൽ ദിലീപേട്ടൻ്റെ രണ്ട് മേക്ക് ഓവറിലാണ് അഭിനയിച്ചേക്കുന്നത്. കുറേ പേരൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. 2-3 മേക്ക് ഓവറിലൊക്കെ 2 മേക്ക് ഓവറിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയത്തക്ക അഭിനയം ദിലീപേട്ടൻ്റെ തന്നെയാണ്, സമ്മതിക്കാൻ നിർത്തിയില്ല. അങ്ങനെ അഭിനയിപ്പിച്ച സംവിധായകൻ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? പടം കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ദിലീപേട്ടൻ്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് കുഴപ്പമില്ല, ബാക്കിയുള്ളവർ എത്ര പേര്. ഇതിനകത്ത് പുള്ളിക്കാരൻ കോമഡി കഥാപാത്രങ്ങളല്ല ഇതുണ്ട്. ഇതിനകത്ത് സീരിയസ് ആയിട്ട് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? രാമലീലയിൽ സീരിയസ് ആയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടി ഇമോഷണൽ ആണല്ലോ, കണക്ട് ആയോ? കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? ഈ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് വാച്ച് ചെയ്യാവോ? വാച്ച് ചെയ്യാം. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ദിലീപിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്.
ഇമോഷണലി കണക്റ്റ് ആവുമോ? കുഴപ്പമില്ല. ഓക്കെ. ദിലീപ് തിരിച്ചു വരുവാണ്. മനസ്കർ സൂപ്പർ. നല്ലായിരുന്നു. കുഴപ്പമില്ല. നല്ല പടം. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. കുഴപ്പമുണ്ടായില്ല. നല്ല മേക്കിംഗ് ഒക്കെയാണ് നന്നായിട്ട് ചെയ്തത്. ഇഷ്ടപ്പെട്ടു.